ഈ ലോകത്തിലെ ഏറ്റവും ദുർബലനായ, ഏറ്റവും വിഡ്ഢിയായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ജോലിയിൽ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നവനല്ല, മറിച്ച് രാത്രിയിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും രാവിലെ ഉണരുമ്പോൾ അതെല്ലാം മറന്നു പോകുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിഡ്ഢി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യത്തെ ആഹാരമായി മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നവൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അടിമത്വത്തിലേക്ക് പോകുന്നവൻ. രാവിലെ ഉണർന്ന് സ്മാർട്ട് ഫോൺ എടുത്ത് ഈ വൃത്തികെട്ട ലോകത്തിലെ ഒരു വൃത്തികെട്ട തെരുവിലേക്ക് പോകുന്നു. ആ തെരുവിൽ നിങ്ങളുടെ സമയവും ചിന്തയും ഊർജവും തിന്നു തീർക്കുന്ന വൃത്തികെട്ട പുഴുക്കൾ വസിക്കുന്നു. അവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ സമയം നൽകി നിങ്ങൾ ആ വിനോദം വാങ്ങുന്നു. അത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ പര്യാപ്തമാണ്. വിവാഹം കഴിഞ്ഞ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്കോ രാജ്യത്തേക്കോ പണം സമ്പാദിക്കാൻ പോകേണ്ടി വരുന്ന, ഭാര്യ തനിച്ചായി മറ്റൊരാളുമായി സ്വകാര്യമായി ചാറ്റ് ചെയ്യുന്ന, നിങ്ങൾ കഴുതയെപ്പോലെ പണിയെടുക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ചിന്തിക്കുന്നു, ഇനിയും ഒരുപാട് സമയമുണ്ട്, വ്യായാമം പിന്നെ ചെയ്യാം, പഠനം പിന്നെയാവാം, പ്രധാനപ്പെട്ട ജോലികൾ പിന്നീടാവാം, ഇപ്പോൾ ഒരു മൂഡില്ല, കുറച്ചുനേരം ഇൻസ്റ്റാഗ്രാം നോക്കാം, ഫേസ്ബുക്ക് നോക്കാം. ഒരു നിമിഷം മൊബൈൽ മാറ്റിവെച്ച് ചിന്തിക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള സമയത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ദിവസത്തിലെ 24 മണിക്കൂർ, ഒരു മണിക്കൂറിലെ 60 മിനിറ്റ്, ഒരു മിനിറ്റിലെ 60 സെക്കൻഡ്, ഇതെല്ലാം എല്ലാ ദിവസവും ലഭിക്കുന്ന ഒരു നിധിയാണ്. എന്നാൽ അതൊരിക്കലും തീരില്ല എന്ന മട്ടിൽ നമ്മളത് പാഴാക്കുന്നു. ഇതിന്റെ എല്ലാം മൂലകാരണം നിങ്ങളുടെ കംഫർട്ട് സോണാണ്. അതിനാൽ ഈ വീഡിയോയിൽ നിങ്ങളുടെ കംഫർട്ട് സോണിനെ എങ്ങനെ പിഴുതെറിയാമെന്നും ഒരു ബുദ്ധിമുട്ടിനും ഒഴികഴിവിനും കാരണത്തിനും തകർക്കാൻ കഴിയാത്ത ഒരു ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും രാവിലെ നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും എല്ലാ രാത്രിയിലും സമാധാനത്തോടെ ഉറങ്ങുകയും എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ. പക്ഷേ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുകയും നന്നായി മനസ്സിലാക്കുകയും ചെയ്യുമെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് വിലപ്പെട്ടതും സഹായകവുമാണെന്ന് തോന്നിയാൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ കമന്റിൽ പ്രോമിസ് എന്നെഴുതുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. നമുക്ക് തുടങ്ങാം. കംഫർട്ട് സോൺ എന്നത് ഒരു ജയിലാണ്. അവിടെ ജീവിക്കാൻ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ ആ സുഖം പതിയെ പതിയെ അവന്റെ ജീവിതത്തെ ഉപയോഗശൂന്യമാക്കുന്നു. അതിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദോഷം, നമ്മൾ നമ്മുടെ ഭയങ്ങളുടെയും ശീലങ്ങളുടെയും പഴയ രീതികളുടെയും അടിമകളായി മാറുന്നു എന്നതാണ്. പുതിയതൊന്നും പഠിക്കാൻ ആഗ്രഹമുണ്ടാകില്ല, വലുതായി ചിന്തിക്കാൻ ധൈര്യമുണ്ടാകില്ല. ജീവിതം ഒരു ചെറിയ പെട്ടിയിൽ ഒതുങ്ങിപ്പോകുന്നു. ഇതാണ് എല്ലാം എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ സത്യം, നമ്മുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകുന്നു എന്നതാണ്. കംഫർട്ട് സോൺ എന്താണെന്നോ വിശ്രമം എന്താണെന്നോ മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല ഒരു കാലം. അവർക്ക് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഭക്ഷണം എവിടെ നിന്ന് കണ്ടെത്താം, രാവിലെ എഴുന്നേൽക്കുക, കാടുകളിൽ പോകുക, വേട്ടയാടുകയോ പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുക. അതായിരുന്നു അവരുടെ ദിനചര്യ. അവർക്ക് വീട്ടിൽ മൃദുവായ കിടക്കകളോ തയ്യാറാക്കിയ ഭക്ഷണപാത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ഒരു യുദ്ധമായിരുന്നു. ചിലപ്പോൾ വിശപ്പുമായി, ചിലപ്പോൾ വന്യമൃഗങ്ങളുമായി. അവർക്ക് സമാധാനത്തെക്കുറിച്ചോ വിശ്രമത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. കാരണം ജീവിതമെന്നാൽ അതിജീവനം മാത്രമായിരുന്നു. ഓരോ ചുവടും അപകടം നിറഞ്ഞതായിരുന്നു. ഓരോ ദിവസവും പുതിയ പോരാട്ടമായിരുന്നു. എന്നാൽ നമുക്ക് ഭക്ഷണത്തിന്റെ പ്രശ്നമില്ല, ഉറക്കത്തിന്റെ ചിന്തയുമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ മുഴുകിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ, ഗെയിംസ് അല്ലെങ്കിൽ പോൺ എന്നിവയുടെ ചെറിയ ലോകത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. ഈ സുഖം ഒരു നാൾ അവരെ ലജ്ജിപ്പിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. അവരുടെ ക്ഷീണമോ ത്യാഗമോ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഈ സുഖപ്രദമായ ജീവിതം അവർ നൽകിയ സമ്മാനമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന രീതിയിൽ നമ്മൾ സ്വയം മാറേണ്ടത് നമ്മുടെ കടമയാണ്. അവർ അവരുടെ സുഹൃത്തുക്കളുമായി ഒത്തുചേരുമ്പോൾ നിങ്ങൾ അവരുടെ മകനോ മകളോ ആണെന്ന് അഭിമാനിക്കാൻ കഴിയണം. അതിനായി നിങ്ങൾ ആ കംഫർട്ട് സോൺ പിഴുതെറിയണം. തലച്ചോറ് കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും ഊർജം ലാഭിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനുമാണ്. ഇതൊരു തരം അതിജീവന തന്ത്രമാണ്. നിങ്ങൾ പരിചിതമോ എളുപ്പമോ ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറിന് അധികം അധ്വാനിക്കേണ്ടി വരുന്നില്ല. അത് റിലാക്സ്ഡ് ആയിരിക്കും.
പുതിയ കാര്യങ്ങളിൽ പരാജയപ്പെടുമോ എന്ന ഭയം, അനിശ്ചിതത്വം തുടങ്ങിയ അപകടസാധ്യതകളുണ്ട്. തലച്ചോറ് ഇവയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് ഡോപാമിൻ പുറത്തുവിടുന്നു. ഇത് നമുക്ക് സുഖം നൽകുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ കളികളെല്ലാം ഈ തലച്ചോറിൻ്റെതാണ്. ആദ്യം ഈ തലച്ചോറിനെ പതുക്കെ മനസ്സിലാക്കി കൊടുക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കാൻ തോന്നിയാൽ സ്വയം ചോദിക്കുക, ഫോണിൽ എനിക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ജോലിയുണ്ടോ? തലച്ചോറിനോട് പറയുക, ആദ്യം വ്യായാമം ചെയ്യൂ, വ്യായാമത്തിലാണ് കൂടുതൽ രസം, വ്യായാമം ചെയ്യാൻ നല്ല രസമാണ്, ഇന്ന് 10 പുഷപ്പുകൾ കൂടുതലെടുക്കും, എന്തു വന്നാലും. അത്തരം പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ തലച്ചോറും അല്പം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അതെ, വ്യായാമം കൂടുതൽ പ്രധാനമാണ്, ചെയ്യണം. തലച്ചോറും സമ്മതിക്കുമ്പോൾ ഉടൻ തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. ചെറിയ റിസ്കുകൾ എടുക്കുക. വാരാന്ത്യത്തിൽ വീട്ടിലിരിക്കുന്നതിന് പകരം ഏതെങ്കിലും മനോഹരമായ സ്ഥലത്തേക്ക് യാത്ര പോകുകയോ അല്ലെങ്കിൽ ഒരു സാഹസിക യാത്ര പ്ലാൻ ചെയ്യുക. സ്വയം വെല്ലുവിളിക്കുക. എല്ലാ ദിവസവും ഒരു ചെറിയ പുതിയ കാര്യം ചെയ്യുക. ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് വായിക്കുക, ഒരു പേജ് എഴുതുക, ഒരു പുതിയ വൈദഗ്ധ്യം പഠിക്കുക, അല്ലെങ്കിൽ സഹായകമായ ഒരു വീഡിയോ കണ്ട് പഠിച്ച് അത് പ്രയോഗിക്കുക. അതെ, എല്ലാ ദിവസവും ചെറിയ ചുവടുകൾ വയ്ക്കുക. സ്ഥിരത പുലർത്തുക. കാരണം സ്ഥിരതയാണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാനുള്ള ഏറ്റവും വലിയ ആയുധം. ഒരു ദിവസം വലിയൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എപ്പോഴെങ്കിലും കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കാൻ മനസ്സ് തോന്നുമ്പോൾ ചിന്തിക്കുക, ലോകം മുഴുവൻ മുന്നോട്ടു പോകുകയാണ്, നിങ്ങൾ അതേപടി സ്റ്റാൻഡിംഗ് ആണ്, കംഫർട്ട് സോണിന്റെ അടിമയായി. ലോകം ശരീരം മെച്ചപ്പെടുത്തുന്നു, പണം സമ്പാദിക്കുന്നു, പുതിയ കഴിവുകൾ പഠിക്കുന്നു, യാത്രകൾ പോകുന്നു, ജീവിതം ആസ്വദിക്കുന്നു, 20 വയസ്സിൽ കോടീശ്വരന്മാരാകുന്നു. നിങ്ങളോ കിടക്കയിലിരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്ത് സ്വന്തം ശത്രുവായി മാറുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് ഉണരൂ സഹോദര. കംഫർട്ട് സോൺ ഇപ്പോൾ തന്നെ തകർക്കൂ. ഡിസിപ്ലിൻ ജീവിത വിജയത്തിന്റെ രഹസ്യായുധമാണ്. അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന താക്കോലാണ്. നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ദിവസവും ചെറിയ ചെറിയ ശീലങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ ആ ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിലെ തകർക്കാനാറ്റാത്ത ശക്തിയായി മാറും. അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുക മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളെയും എളുപ്പമാക്കുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വളർത്തും. ഡിസിപ്ലിൻ എന്നത് ഇരുട്ട വഴിയിലും ശരിയായ ദിശ കാണിച്ചു തരുന്ന ഒരു മറഞ്ഞ ശക്തിയാണ്. എല്ലാവരും തളർന്നു നിൽക്കുമ്പോഴും ഡിസിപ്ലിൻ ഉള്ളവൻ മുന്നോട്ടു പോകുന്നു. ഡിസിപ്ലിൻ എന്നാൽ എല്ലാ ദിവസവും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത എന്നാൽ നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുമെന്നറിയാവുന്ന ആ കാര്യം ചെയ്യുക എന്നതാണ്. ഇതൊരു ശീലമല്ല, ഒരു ജീവിതശൈലിയാണ്. അത് നിങ്ങളെ ശ്രദ്ധശൈഥല്യങ്ങളിൽ നിന്ന് മാറ്റി ഫോക്കസിലൂടെ മഹത്വത്തിലേക്ക് നയിക്കുന്നു. ആളുകൾ കഴിവിൽ വിശ്വസിച്ച് ജീവിക്കുന്നു, എന്നാൽ വിജയം ഡിസിപ്ലിൻ ഉള്ളവന് മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ വിജയിക്കാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം 99% ആളുകളും ശ്രദ്ധ മാറിയവരും അടിമകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡിസിപ്ലിൻ ഉള്ള ഒരാളായാൽ വിജയം തനിയെ തേടി വരുന്ന ആ 1% ആളുകളിൽ നിങ്ങളും ഉൾപ്പെടും. ഇനി എങ്ങനെ തകർക്കാനാവാത്ത ഡിസിപ്ലിൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഡിസിപ്ലിൻ ഉണ്ടാക്കാനുള്ള 4 രഹസ്യങ്ങൾ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാനുള്ള ഒരേ ഒരു ആയുധമാണ് ഡിസിപ്ലിൻ. മോട്ടിവേഷൻ ഒരു തീപ്പൊരി പോലെയാണ്, അത് പെട്ടെന്ന് കെട്ടുപോകും. എന്നാൽ ഡിസിപ്ലിൻ ഒരു എഞ്ചിൻ പോലെയാണ്, അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇന്ന് 99% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷനുകൾക്ക് അടിമകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയാകാൻ കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലെത്തും. തകർക്കാൻ പറ്റാത്ത ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1, ബിക്കം യുവർ ഓൺ സ്ട്രിക്റ്റ് മെന്റർ. ആർമിയിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ഡിസിപ്ലിൻ കിട്ടുന്നത്? കാരണം അവർക്കൊരു കർശനക്കാരനായ മെന്ററുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ 4:01 ആകാൻ അവർ സമ്മതിക്കില്ല. ചെറിയ തെറ്റുകൾക്ക് പോലും കഠിനമായ ശിക്ഷകൾ നൽകും. ഈ കാർക്കശ്യമാണ് അവരെ മാനസികമായും ശാരീരികമായും ശക്തരാക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊരു മെന്റർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മെന്റർ ആകണം. നിങ്ങൾക്കായി നിയമങ്ങൾ ഉണ്ടാക്കുക. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും, 1 മണിക്കൂറിൽ കൂടുതൽ ഫോൺ ഉപയോഗിക്കില്ല, ദിവസവും വ്യായാമം ചെയ്യും എന്നിങ്ങനെയുള്ള നിയമങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ശിക്ഷ നൽകുക. ഉദാഹരണത്തിന്, കൂടുതൽ പുഷപ്പുകൾ എടുക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. തുടക്കത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പതിയെ പതിയെ ഇത് നിങ്ങളുടെ ശീലമായി മാറും. സ്റ്റെപ്പ് 2, ഡിസൈഡ് വാട്ട് ടു ക്വിറ്റ്. വളർച്ചയും സുഖവും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചേ മതിയാവൂ.
ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. അത് നിങ്ങളുടെ കൂട്ടുകാരാകാം, സോഷ്യൽ മീഡിയ ഉപയോഗമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലേസിനെസ് ആകാം. വിരാട് കോഹ്ലിയെ നോക്കൂ. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്ററാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ജങ്ക് ഫുഡ്, പാർട്ടികൾ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ എന്നിവയെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. ആ ത്യാഗമാണ് അദ്ദേഹത്തെ ഇന്നത്തെ നിലയിലെത്തിച്ചത്. ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായ 3 കാര്യങ്ങൾ എഴുതുക. സ്റ്റെപ്പ് 3. ബിൽഡ് എ റൂത്ത്ലെസ് ഡെയിലി റുട്ടീൻ. ഡിസിപ്ലിന്റെ അടിസ്ഥാനം ഒരു റുട്ടീനാണ്. നിങ്ങളുടെ ദിവസത്തിന് ഒരു ഘടനയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു റൂത്ത്ലെസ് റുട്ടീൻ എന്നാൽ ഒഴിവുകഴിവുകൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത ഒരു ടൈം ടേബിൾ. നിങ്ങളുടെ ഓരോ മണിക്കൂറിന്റെയും മിനിറ്റിന്റെയും ഉടമ നിങ്ങൾ മാത്രമായിരിക്കണം. ഇലോൺ മസ്ക് തന്റെ ദിവസത്തെ 5 മിനിറ്റ് സ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടെസ്ലയും സ്പേസ് എക്സും പോലുള്ള വലിയ കമ്പനികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു റുട്ടീൻ ഉണ്ടാക്കുക. ഓരോ ദിവസവും ഒരു പട്ടാളക്കാരനെ പോലെ ജീവിക്കുക. സ്റ്റെപ്പ് 4. കൺവേർട്ട് യുവർ പെയിൻ ഇൻ ടു ഡിസിപ്ലിൻ. എല്ലാവരുടെയും ജീവിതത്തിൽ വേദനകളുണ്ട്. പ്രണയ നൈരാശ്യം, പരാജയങ്ങൾ, ഒറ്റപ്പെടൽ. ചിലർ ആ വേദനയിൽ തകർന്നു പോകുന്നു. എന്നാൽ മറ്റു ചിലർ ആ വേദനയെ തങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുന്നു. ഡേവിഡ് ഗോഗിൻസിനെ ലോകത്തിലെ ഏറ്റവും കഠിനമായ മനുഷ്യനെന്നാണ് അറിയപ്പെടുന്നത്. ബാല്യകാലത്തെ ദുരിതവും ശാരീരിക പ്രശ്നങ്ങളും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം തന്റെ വേദനയെ ഒരു ഇന്ധനമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, ബി അൺകോമൺ എമോങ് ദി അൺകോമൺ. ലോകം ഓർക്കുന്നത് സാധാരണക്കാരെയല്ല, വേദനയോട് പൊരുതി അസാധാരണമായ വിജയം നേടുന്നവരെയാണ്. ഫൈനൽ വേർഡ്. ഈ വീഡിയോ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇതുവരെ കണ്ടുവെങ്കിൽ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ഒരു യോദ്ധാവിന്റെ മാനസിക അവസ്ഥയുള്ള വ്യക്തിയാണ്. ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് ഒരു ദിവസത്തെ കളിയല്ല, അതിന് സ്ഥിരത ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ ചുവടുകളാണ് നാളെ നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഊർജം നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. ഒന്നുകിൽ കംഫർട്ട് സോണിൽ ഒരു അടിമയായി ജീവിക്കുക, അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന ആയുധം ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്.